ഹായ് ഫ്രണ്ട്സ്! ഇത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വിഷയം. പീരിയഡ് മൂഡ് സ്വിങ്സ്. പീരിയഡ്സിന്റെ കാലത്തുള്ള മൂഡ് സ്വിങ്. മൂഡ് സ്വിങ് ഡ്യൂറിങ് പീരിയഡ്സ്. യു ആർ നോട്ട് വീക്ക്. തന്നോട് തന്നെ ഒരുപാട് കോപമുണ്ടാകുമ്പോഴും കണ്ണു പെട്ടെന്ന് നിറയുമ്പോഴും മനസ്സ് തളരുമ്പോഴും നിനക്ക് തോന്നും, ഞാൻ ശരിയാണോ? അതെ, ശരിയാണ്. നിന്റെ ശരീരമാകെ പാഞ്ഞു പോകുന്ന ഹോർമോണുകൾ കൊണ്ടാണ് നിനക്ക് അങ്ങനെ അനുഭവപ്പെടുന്നത്. പക്ഷേ അതിനർത്ഥം നീ ബുദ്ധിമുട്ടായിരിക്കുകയാണ് എന്നല്ല. അതിനർത്ഥം നീ മഹത്തായ ഒരു മാറ്റം കൊണ്ടുവരികയാണ് എന്നതാണ്. പീരിയഡ്സിന്റെ 4-5 ദിവസങ്ങൾ ശരീരവേദനയും മാനസിക സമ്മർദ്ദവും തളർച്ചയും എല്ലാം ഒന്നിച്ചെത്തുന്ന ടഫസ്റ്റ് ടൈം. പക്ഷേ അതിൽ നിന്നെല്ലാം നീ ഉണരുന്നു, ജോലി ചെയ്യുന്നു, കുടുംബം നോക്കുന്നു, പഠിക്കുന്നു. ഉള്ളിലെ തകരാറുകൾ മറച്ചുവെച്ച് ഒരു സാധാരണ സ്ത്രീ എന്ന റോളിൽ നീ എത്തുന്നു. നിന്റെ മുമ്പിലുള്ളവർ ഇതൊന്നും അറിയില്ല. പക്ഷെ നിനക്ക് തന്നെ അറിയാം, നീ ഒരു യോദ്ധാവാണ്. പെട്ടെന്ന് കരയുമ്പോഴും പിന്നെയും അതിന്റെ പിന്നിൽ ഒരു ശക്തി നിറയുന്നു. അതാണ് നിന്റെ യഥാർത്ഥ ശക്തി. പീരിയഡ്സ് മൂഡ് സ്വിംഗ് വന്നാൽ നീ വലുതാണെന്ന് തോന്നരുത്. അതൊരു ഫീമെയിൽ പവറാണ്. അവൾ അതിനൊപ്പം ജീവിക്കാനും പൊരുതാനും പഠിച്ചിരിക്കുന്നു. എത്ര തവണ നീ തളർന്നാലും നീ പിന്നെയും ഉണർന്നെണീക്കുന്നു. അതാണ് സ്ത്രീ, അതാണ് നീ, അതാണ് നിന്റെ മനസ്സ്. മൂഡ് സ്വിങ്ങിൽ തളരില്ല, ഞാൻ വീണ്ടും വരും. എവരി ഗേൾ ഷുഡ് ഹിയർ ദിസ്. പെട്ടെന്ന് ചിരിക്കാനും അടിയന്തരമായി കരയാനും തോന്നും. ഒരാളും ഒന്നും ചെയ്തില്ലെങ്കിലും നിനക്ക് തന്നെ തോന്നും, ഞാൻ ഇത്രയൊക്കെ താളം വിട്ടു പോയിരിക്കുന്നുവോ? അത് തെറ്റല്ല, നീ തെറ്റല്ല. നിന്റെ ശരീരത്തിലും മനസ്സിലും ഒരു പുത്തൻ യുദ്ധം നടക്കുന്നു. പക്ഷെ അതിനൊക്കെ പിന്നിൽ നിന്റെ ശക്തിയുടെ തെളിച്ചമുണ്ട്. പീരിയഡ്സിന്റെ ദിവസങ്ങളിൽ നീ വേദന സഹിക്കുന്നു, ആരും കേൾക്കാതെ ഉള്ളിൽ കരയുന്നു. പക്ഷെ പിന്നെയും നീ കുട്ടികളെ നോക്കുന്നു, നീ ജോലി ചെയ്യുന്നു, പാചകം ചെയ്യുന്നു, പഠിക്കുന്നു. പക്ഷെ ആരും അറിയില്ല നിന്റെ ഉള്ളിൽ തന്നെ ഒരു യുദ്ധം നടക്കുകയാണ് എന്ന്. മൂഡ് സ്വിംഗ് വന്നാൽ നീ നീയല്ലാതാകുന്നില്ല. അതാണ് നീ ഒരു സ്ത്രീയാണെന്നതിന് തെളിവ്. നീ ഒരിക്കൽ തളരാം, പക്ഷെ നീ എല്ലായ്പ്പോഴും ഉയരും, പുനരുജ്ജീവിക്കും, പുതിയതായി പിറക്കും. അവളുടെ മനസ്സ് തളരുമ്പോൾ നമ്മൾ ഒപ്പം നിന്നാൽ മതിയായിരുന്നു. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ഒരു പെൺകുട്ടിക്ക് മാത്രമേ ഇതിന്റെ അർത്ഥം അറിയാൻ പറ്റൂ. അവൾക്കറിയാൻ അവൾക്കൊപ്പം നീ ഉണ്ടെന്ന്. ഒരമ്മയ്ക്കും ഒരച്ഛനും ഒരു സഹോദരനും ഇത് കേൾക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു.